ഇതേപോലെ 4 ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കാനുണ്ടോ? എങ്കിൽ നമുക്ക് അടിപൊളി 2 ട്വീസേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ട്വീസേഴ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ദാ ഈ കാണുന്ന സാധനമാണ് ട്വീസർ. ഇത് ട്വീസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണല്ലോ ട്വീസർ എന്ന പേര് വന്നത്. ഇതൊരു മെറ്റൽ ടൂൾ ആണ്. നമ്മളത് ഇന്ന് ഇതേപോലെ ഒരു വുഡ് കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒട്ടും എസ്തെറ്റിക്കും ക്യൂട്ട്നെസ്സും കുറയാൻ പാടില്ലാത്തത് കൊണ്ട് ഇതേപോലെ ഗ്രിഡ് പാറ്റേൺ വരച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫുള്ള് കവർ ചെയ്തെടുക്കാം. 4 എണ്ണം കവർ ചെയ്തെടുക്കണം. 2 എണ്ണം ഉണ്ടാക്കാൻ 4 ഐസ്ക്രീം സ്റ്റിക്കാണ് വേണ്ടത്. ഒരു വെറൈറ്റിക്ക് ട്രാൻസിഷൻ ഒക്കെ പിടിച്ചതാണ്. എന്തായാലും ഇതേപോലെ 4 എണ്ണം ഉണ്ടാക്കിയെടുക്കുക. അറ്റത്ത് ഈ ഒരു പോർഷനിൽ ഇതേപോലെ ആ പേപ്പർ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. എനിക്കിത് പിൻട്രസ്റ്റിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഐഡിയ ആണ് കേട്ടോ. ഇതേപോലെ വേറെയും കുറെ ഐഡിയാസ് ഉണ്ട്. നമുക്ക് പോകെ പോകെ ചെയ്ത് നോക്കാം. അപ്പൊ ട്യൂസറിന്റെ 2 സൈഡിലും വെക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യണം. ട്യൂസറായിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. അതിന് വേറെ പരിപാടികളൊന്നുമില്ല. ഇതേപോലെ ഒരു ബേസ് ബോർഡ് എടുക്കുക. അതിൻ്റെ ഈ നീളത്തിലുള്ള ഈ ഒരു ലൈനിലുള്ള പോർഷൻ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ബേസ് ബോർഡിന്റെ തിക്നെസ് പോലെ ഇരിക്കും കേട്ടോ ഈ ഒരു മടക്കൽ എത്ര എണ്ണം വേണോന്നുള്ളത്. തീരെ നൈസായിട്ടുള്ള ബേസ് ബോർഡ് ആണെങ്കിൽ 3ഓ 4ഓ മടക്ക് വേണ്ടി വരും ഈ നടുക്ക് വെക്കുന്ന പീസിന് കേട്ടോ. ഇനി ഇതേപോലെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ബേസ് ബോർഡിന്റെ പീസും നമ്മുടെ ട്വീസറിനുള്ള 2 പോർഷൻസും ഒന്നിച്ചങ്ങ് കണക്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്വീസേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്യൂട്ട്നെസ്സിനും എസ്തെറ്റിക്കിനും ഒട്ടും കുറവ് വരാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ക്യൂട്ടി ഗേൾസിലെ അവരെ കൂടെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ട്വീസേഴ്സ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് മറക്കണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ അല്ലേ. ബൈ.